കേറിവാടാ മക്കളയിൽ ഇതാ 4ാമത്തെ ചോദ്യം. പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രമായ മനുവിന്റെ അമ്മയുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ പേരെന്താണ്? എവിടം വരെ പോയെന്ന് നോക്കി. എ തങ്കമ്മ, ബി ജാനകി, സി അംബിക. രേവതിയുടെ കൂട്ടുകാരി ജാനകി. ബി ജാനകിയെ ഞാൻ എടുത്തിട്ട് പൂട്ടി. പക്ഷേ ഞാൻ ആ പൂട്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു പാട്ടൂടെ. അയ്യോ എന്റെ സത്യം കൈകാലൊക്കെ മറക്കും എനിക്ക്. ഇല്ല, ഞാനും കൂടെ പാടാം. നമുക്ക് ഒരുമിച്ച് യുഗ്മഗാനം. അങ്ങനെ കൂടെ പാടിയാ ഞാനിങ്ങനെ മൂളാം. ഏത് പാട്ടാണ്? സാധാരണ എപ്പോഴും കാറിൽ പോകുമ്പോ ഒക്കെ പാടുന്ന പാട്ട്. അതെ, അങ്ങനെയൊക്കെ പാടും, വീട്ടില് പാടും. ഇന്ദ്രന്റെ കൂടെ ചിലപ്പോ പാടും. ഇതൊക്കെ ഉള്ളു പാട്ട്. ഇന്ദ്രൻ നന്നായിട്ട് പാടും. ഇന്ദ്രൻ പാടും നന്നായിട്ട്. അവന് എപ്പോഴും പാടുന്ന ആളുവാ അത്. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. പഴയ പാട്ടുകൾ ഈശ്വരാ, ഈ സിനിമയൊക്കെ കണ്ണിൽ നിൽക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ ഇത്രയും അക്ഷരങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കുന്നില്ലേ? അല്ല, പഴയ പാട്ടിന്റെ എനിക്ക് ഓർമ്മയുണ്ട്. ചില ഈ വേഗത്തിലുള്ള ഫാസ്റ്റ് പിള്ളേരുടെ ഡാൻസ് ഒക്കെ പാട്ടൊക്കെ ചെറുപ്പക്കാർ പാടുന്ന പാട്ടിന്റെ ഒന്നും വരികളൊന്നും എനിക്കറിയാം. ഞാൻ എൻ്റെ മക്കളോട് തന്നെ പറയും പാട്ടൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷെ എനിക്ക് രാജു അഭിനയിച്ച ഒരു പടത്തിൽ ആ ഒരു നല്ലൊരു പാട്ടുണ്ടായിരുന്നു. ഏതാ, നമ്മുടെ ലാൽ ജോ സംവിധാനം ചെയ്ത്, അയ്യോ അതെന്താ ഡോക്ടർ രവി, അതിനകത്ത് നല്ല പാട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട്. എനിക്ക് ഒരു പുതിയ കുട്ടി അതായിരുന്നു ആ പാട്ടത്. ഒരു അഴകിന്റെ ആഴങ്ങൾ. അഴകിന്റെ നല്ല പാട്ട്. അയ്യോ സത്യമായിട്ട് എനിക്ക് ശരിക്കും അല്ല എന്താ അറിയോ, അത് അഴകിന്റെ ആഴങ്ങളിൽ നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. വരി ഇഷ്ടം, ആ പാട്ടും എനിക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞു പോനോട് എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ നിന്റെ പടത്തിൽ എനിക്ക് എന്തോ ഒരു വിഷമമോ സന്തോഷമോ എന്നൊക്കെ ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ചില പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. എന്തായാലും ചേച്ചി ഒരു ഭാഗ്യവതിയാണ്. കാരണം ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 സൂപ്പർ സ്റ്റാർസിന്റെ അമ്മയായി. ഇനി എന്താ വേണ്ടത്? അതെന്താ അറിയോ, ഒരുപാട് വേദന ചേച്ചി അനുഭവിച്ചിട്ടുണ്ട്. ആരോടും അതിന്റെ കാരണങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈശ്വരൻ വിചാരിച്ചു ഇനിയെങ്കിലും അവളൊന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു സുകുമാരൻ എന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് തരികേ ഒരു ജീവിതം ഉണ്ടാവേ. എനിക്ക് എൻ്റെ 2 മക്കളും അതുപോലെ നെക്സ്റ്റ് ഞാൻ പറയാം, ഇനി ഇങ്ങനെ കണ്ണടയുന്നിടം വരെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. എനിക്ക് പണമോ പത്രാസോ ഒന്നും വേണ്ട, മക്കളിങ്ങനെ ഇരുന്നേച്ചാൽ മതി. അപ്പൊ ചേച്ചി അടുത്തൊരു ഇതാണ് ഒരു കുസൃതി ചോദ്യം. അയ്യോ എനിക്ക് ജീവനില്ലെങ്കിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ജീവനില്ല പക്ഷെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, അതെന്താണ്? സൂചിയോ? ക്ലോക്കിന്റെ? ആഹാ, ഇതാരാ ഇത്? അഭിനയമല്ല, പാട്ടല്ല, കുസൃതി ചോദ്യം വരെ ചേച്ചിക്കറിയാം. അതല്ല, ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഇവനുണ്ടേലും ഇല്ലേലും ഇതിങ്ങനെ 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഊഹത്തിനങ്ങ് പറഞ്ഞതാ. കറക്റ്റ് ഉത്തരവാണ്. സോ ഞാൻ ബി ജാനകിയെ ഇവിടെ എടുത്തു വെച്ച് പൂട്ടിയിട്ടാണ് ചേച്ചിയുടെ അടുത്ത് ഞാൻ പാടാൻ പറഞ്ഞത്. പാട്ട് ഗംഭീരമായിരുന്നു. പൂട്ടിയത് പൊട്ടിത്തെറിച്ചിട്ട് പറയാണ് ജാനകി ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് അഗൈൻ 2000 rupees. അതാണല്ലോ അതിന്റെ ഒരു ഏത്. സോ ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കൂ, ഒരു വീഡിയോ ആണ്. എന്തിനായിരുന്നു ഈ പാവ പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും കെടാണ്ട് ഈ തിരി തെളിച്ചതിന് തന്നതാ? വേണ്ട, ഇനി ഞാൻ തിരി തെളിയിക്കില്ല. എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. വളരെ രസകരമായിട്ട് അല്ലേ അഭിനയിച്ചിട്ടുണ്ട് നവ്യ. അപ്പം ചോദ്യം ഇതാണ്,
ഈ രംഗം കഴിഞ്ഞ് കാണിക്കുന്ന രംഗത്തിന് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണത്? ഗുരുവായൂരപ്പനെ കാണിക്കുന്നു. ബി, ഗുരുവായൂരപ്പൻ നട തുറക്കുന്നു. ഇത് രണ്ടുമല്ല. പൃഥ്വിരാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊന്നുമല്ല ആ പടത്തിൻ്റെ പ്രത്യേകത. ഈവൻ എനിക്കും ഞാൻ ചോദിക്കും. അതാ പറഞ്ഞത്. പക്ഷെ അത് ഏതാ അടുത്ത രംഗമെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അതിനകത്തൊരു രംഗം ഒരു ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത് ഫസ്റ്റ് ഷോട്ടായിരുന്നു സിനിമയുടെ. അത് ഇത് കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ എടുത്തത്. സുവേട്ടൻ്റെ പടം ഭിത്തി തൂക്കിയിരിക്കുകയാണ്. ശരിക്കും സുവേട്ടൻ്റെ ഒരു പടം. രേവതിയും രാജുവും കൂടെ അവിടെ ചെന്ന് നിന്നിട്ട് നീ അച്ഛനോട് പറ എന്ന് പറയുന്ന എന്തൊരു സംഭവമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, സുവേട്ടൻ്റെ പടത്തിന് അപ്പോൾ അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് രാജുവിൻ്റെ ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു എന്ന്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. അത് ശരി, അപ്പോൾ അച്ഛനോട് തന്നെ എല്ലാം പറഞ്ഞിട്ട് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണല്ലോ ഇവൻ തുടങ്ങിയത് സിനിമയിൽ അഭിനയം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ടാണോ, അത് ആ രംഗം ഈ സിനിമയിൽ വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അത് പറയാൻ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല. ഏതായാലും ആ ഒരു രംഗമാണ് എനിക്ക് പൃഥ്വിരാജിന്റെ പ്രധാനപ്പെട്ട രംഗമായിട്ട് ഓർമ്മ. നമ്മളെല്ലാവരും കരഞ്ഞു പോകാൻ. ചോദ്യം ഇതാണ്, ഗുരുവായൂരപ്പനെ കാണിക്കുന്നു, ഗുരുവായൂരപ്പൻ നട തുറക്കുന്നു. ഇത് രണ്ടുമല്ല. രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ണു അറിഞ്ഞിട്ടുണ്ട്, ഈ പടത്തിൽ കരഞ്ഞിട്ടുണ്ട്. അത് ഒന്നിത് ഈ പറഞ്ഞ പോലെ അതാണ് ഇത് കഴിഞ്ഞ് വരുന്ന രംഗം എന്ന് പറയാം. മറ്റേത് ഞാൻ പിന്നെ പറയാം. ഈ ഉത്തരം ഈ രണ്ടുമല്ല. ഇത് രണ്ടുമല്ല. അപ്പൊ സി, ഇത് രണ്ടുമല്ല എന്ന് ചേച്ചി തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നില്ല, കാരണം ചേച്ചി അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു. കറക്റ്റ് ഉത്തരമാണ് സി, ഇത് രണ്ടുമല്ല. കൺഗ്രാറ്റുലേഷൻസ്. 5 ചോദ്യത്തിന് 10,000 രൂപ സമ്മാനമായി ഇത് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്